തുടങ്ങിയിരിക്കുന്നു. സമയം സന്ധ്യയോടടുക്കുന്നു. പതിവ് പോലെ ജനവാതിലിന്റെ അരികിലുള്ള കസേരയിൽ വന്നിരിക്കുകയായിരുന്നു മനു എന്ന 24 വയസ്സിന്റെ ചെറുപ്പവും ഒറ്റയ്ക്കുള്ള ജീവിതവും മടുപ്പ് അവനെ പലപ്പോഴും ഈ ജനാലയുടെ അരികിൽ എത്തിക്കാറുണ്ട്. അവന്റെ ലോകം ആ ജനാലയിലൂടെ കാണുന്ന കാഴ്ചകളായിരുന്നു. പ്രത്യേകിച്ചും എതിർവശത്തെ വീട്ടിലെ കാഴ്ചകൾ. ആ വീടിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ജോയി ചേട്ടൻ്റെയും ഭാര്യ ലീല ചേച്ചിയുടെയും വീട്. ജോയി ചേട്ടന് വയസ്സ് 55 കഴിഞ്ഞിട്ടുണ്ടാവും. എപ്പോഴും എന്തൊക്കെയോ അസുഖങ്ങളും ക്ഷീണത്തിൻ്റെയും തടവറയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ലീല ചേച്ചി മനുവിൻ്റെ കണ്ണുകൾ എപ്പോഴും തേടുന്നത് ആ രൂപത്തെയാണ്. 45 വയസ്സുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഈ പ്രായത്തിലും എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം സൗന്ദര്യം നിലനിർത്താൻ കഴിയുന്നത്? മനു പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ട്. വെളുത്തു തുടുത്ത ശരീരം, ആവശ്യത്തിന് താടിയുള്ള ഒതുക്കമുള്ള രൂപം. സാരിയുടുത്ത് കാണാനായി അവനേറെ ഇഷ്ടം. സാരി ഉടുത്താലാണ് അവരെ കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയായിരുന്നു. ഇന്നും പതിവ് തെറ്റിയില്ല. മഴ ചെറുതായി നനഞ്ഞു. മുറ്റത്ത് നിന്ന് തുണികൾ എടുക്കുകയായിരുന്നു ലീല ചേച്ചി. ഒരു കടും നീല നിറത്തിലുള്ള നൈറ്റിയാണ് വേഷം. മഴച്ചാറ്റലിൽ നൈറ്റി ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ വ്യക്തതയിൽ അവരുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. മുടി പിന്നോട്ട് വലിച്ചു കെട്ടിയിരിക്കുന്നു. നനഞ്ഞ ചില മുടിയഴകുകൾ മുഖത്തേക്കും കഴുത്തിലേക്കും വീണു കിടക്കുന്നു. തുണികൾ ഓരോന്നായി എടുത്ത് കയ്യിലെ ബക്കറ്റിലേക്ക് ഇടുമ്പോൾ ഓരോ തവണ തുണിയെടുത്ത് ബക്കറ്റിലേക്ക് ഇടുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവരുടെ സൗന്ദര്യത്തെ ഒഴിയുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ സൗന്ദര്യം അവൻ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. അവൻ ശ്വാസമടക്കി ആ കാഴ്ച കണ്ടിരുന്നതേയുള്ളൂ. അവൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിളർ പാഞ്ഞുപോയി. അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അവന്. പെട്ടെന്നാണ് ലീല ചേച്ചി തലയുയർത്തി നോക്കിയത്. കൃത്യം അവൻ്റെ ജനാലിന് നേരെ. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിലുടഞ്ഞു. മനു പെട്ടെന്ന് പതറിപ്പോയി. അവൻ വേഗം ജനാലിൽ നിന്ന് പിന്നോട്ട് വലിയാൻ ശ്രമിച്ചു. പക്ഷേ ലീല ചേച്ചിയുടെ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ ഇല്ലായിരുന്നു. നേരിയൊരു പുഞ്ചിരിയായിരുന്നു. തന്നെ ശ്രദ്ധിക്കണ്ടെന്നറിഞ്ഞിട്ടുള്ള ഒരു കള്ളച്ചിരി. അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ തുണികളും എടുത്ത് അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ ആ നോട്ടവും ചിരിയും മനുവിൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. അതൊരു സമ്മതമായിരുന്നോ അതോ വെറുമൊരു തോന്നലോ? അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ലീല ചേച്ചിയുടെ രൂപം അവൻ്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. നനഞ്ഞ നൈറ്റിൽ അവരുടെ സൗന്ദര്യത്തെ കണ്ട ആ കാഴ്ച അവൻ്റെ ശരീരമാകെ ചൂട് പിടിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അടുക്കളയിലെ ലൈറ്റ് തെളിഞ്ഞു. ജനാലിലൂടെ അവരെ വീണ്ടും കാണാമായിരുന്നു. നൈറ്റി ഇപ്പോൾ മാറ്റി ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള നൈറ്റിയായിരുന്നു ധരിച്ചിരുന്നത്. മുടി അഴച്ചിട്ട് തോർത്തും കൊണ്ട് തുവർത്തുന്നു. അടുക്കളയിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ അവരുടെ നിഴൽ ഭിത്തിയിൽ വലുതായി കാണപ്പെട്ടു. മനു വീണ്ടും ജനാലിൻ്റെ അരികിലേക്ക് വന്നു. അവരെ തന്നെ നോക്കി നിന്നു. ഇത്തവണ അവർ അവനെ ശ്രദ്ധിച്ചില്ല. അടുക്കളയിലെ ജോലികളിൽ മുഴുകിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോഴാണ് ജോയി ചേട്ടൻ്റെ ചുമ കേട്ടത്. അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ആ വീട്ടിൽ ലീലേച്ചി തനിച്ചല്ല, അവരുടെ ഭർത്താവുമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ്റെ സാന്നിധ്യം മനുവിൻ്റെ ചിന്തകളെ തടയിടാൻ മാത്രം ശക്തമായിരുന്നില്ല. അവൻ്റെ മനസ്സ് നിറയെ ലീലച്ചേച്ചി മാത്രമായിരുന്നു. എങ്ങനെയും അവരോടൊന്ന് സംസാരിക്കണം, ഒന്ന് അടുത്ത് ഇടപഴകണം. അതിനൊരവസരം ഒത്തുമരുമോ അവൻ ആഗ്രഹിച്ചു. മഴ ശക്തിപ്പെട്ടു, പുറത്ത് ഇരുട്ട് വീണു. പക്ഷെ മനുവിൻ്റെ മനസ്സിൽ ലീലച്ചേച്ചി തെളിയിച്ച പ്രകാശത്തിന് ഒരു മങ്ങലുണ്ടായിരുന്നില്ല. അതൊരു തുടക്കമായിരുന്നു. മോഹങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒരു പുതിയ തുടക്കം. മഴയുടെ ശബ്ദം മാത്രമായിരുന്നു ആ മുറിയിൽ. ജനാലിലൂടെ ലീല ചേച്ചിയുടെ അടുക്കളയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ സമയം പോകുന്നത് മനു അറിഞ്ഞില്ല. അവരുടെ ഓരോ ചലനവും അവൻ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. പാചകത്തിനിടയിൽ അവർ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെക്കുന്നതും പാത്രങ്ങൾ കഴുകുമ്പോൾ വെള്ളം തെറിപ്പിച്ച് മാക്സിയിൽ നനവുണ്ടാക്കുന്നതുമെല്ലാം അവ ശ്രദ്ധിച്ചു. അവൻ്റെ ചിന്തകൾ കാടു കയറുകയായിരുന്നു. ലീല ചേച്ചിയുടെ ആ നോട്ടം, ആ ചിരി, അതവനെ വല്ലാതെ അലട്ടി. വെറുതെയാണെങ്കിൽ പോലും ഒരു പുരുഷൻ ശ്രദ്ധിച്ച് തീവ്രതയോടെ നോക്കുന്നത് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടും
ഇല്ല എന്ന് അവനറിയാമായിരുന്നു. പക്ഷേ ലീല ചേച്ചിക്ക് എൻ്റെ നോട്ടം ഇഷ്ടപ്പെട്ടെന്ന് അവന് ഉറപ്പായി. ടപ്പ് പെട്ടെന്നൊരു ശബ്ദത്തോടെ മുറിയിലെ വെളിച്ചം അണഞ്ഞു. കറണ്ട് പോയി. പുറത്ത് കൂരിരുട്ട്. മഴയുടെ ശബ്ദത്തിന് ശക്തി കൂടിയതുപോലെ തോന്നി. മനു ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. പിന്നെ അവൻ്റെ കണ്ണുകൾ എതിർവശത്തെ വീട്ടിലേക്ക് പാഞ്ഞു. അവിടെയും ഇരുട്ടാണ്. അവരുടെ വീട്ടിലും കറണ്ട് പോയിരിക്കുന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഇതൊരവസരമാണ്. അവൾക്കൊരു സഹായം വേണോ എന്നറിയാലോ. അല്ലെങ്കിൽ വെറുതെ ഒന്ന് സംസാരിക്കാം. ജോയിച്ചേട്ടൻ കൂടെയുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ ഒരു അവസരം പാഴാക്കാൻ അവൻ തയ്യാറായില്ല. അവൻ വേഗം ഷർട്ടൊക്കെ എടുത്ത് മുറിയിൽ തപ്പിത്തടഞ്ഞ് മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത്, എന്തു പറഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലുക? കറണ്ട് പോയത് കൊണ്ട് പേടിച്ചോ എന്നറിയാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസ്യമാകും. മെഴുതിരിയുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് നല്ലത്. അതൊരു നല്ല കാരണമായി മനുവിൻ്റെ മനസ്സിലോടി. അവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. മഴച്ചാറ്റിൽ അവൻ്റെ മുഖത്തേക്ക് അടിച്ച് ചെരുപ്പിടാതെ നനഞ്ഞ് സിമൻറ്റ് തറയിലൂടെ അവൻ വേഗം അവരുടെ ഗേറ്റിനടുത്തേക്ക് നടന്നു. ഗേറ്റ് ചാരിയിട്ടതേയുള്ളൂ. അവൻ പതുക്കെ അത് തുറന്ന് അകത്തേക്ക് കിടന്നു. മൊബൈലിൻ്റെ വെളിച്ചം മുറ്റത്തെ നനഞ്ഞ മണ്ണിൽ പരന്നൊഴുകി. അവൻ്റെ ഹൃദയം പടാപടാ ഇടിച്ചു. എന്തു പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. അവൻ വാതിൽപ്പടിക്ക് മുന്നിലെത്തി. വാതിൽ ചെറുതായി തുറന്നു കിടന്നിരുന്നു. അകത്ത് കൂരിരുട്ട്. അകത്ത് നിന്ന് നേരിയ സംസാരം കേൾക്കാം. അത് ജോയി ചേട്ടൻ്റെ ശബ്ദമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഈ കറണ്ടിനൊന്നും ഒരു നേരവും കാലവും ഇല്ലേ? എവിടെ നിന്റെ മെഴുകുതിരി? ശബ്ദത്തിൽ ദേഷ്യവും ക്ഷീണവും കലർന്നിരുന്നു. ഞാൻ നോക്കുവാ ജോയി ചേട്ടാ, ഇവിടെ എവിടെയും വെച്ചതാ. ഈ ഇരുട്ടത്തൊന്നും കാണുന്നില്ല. അത് ലീല ചേച്ചിയുടെ ശബ്ദമായിരുന്നു. പരിഭ്രമം നിറഞ്ഞ ശബ്ദത്തിൽ ശാന്തമായ ശബ്ദം. ഇതാണ് ശരിയായ സമയം. മനു ധൈര്യം സംഭരിച്ച് പുറത്തുനിന്ന് വിളിച്ചു. അവൻ്റെ ശബ്ദം ചെറുതായി വിറച്ചിരുന്നു. ലീല ചേച്ചി. അകത്തെ സംസാരം പെട്ടെന്ന് നിന്നു. ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം വാതിൽക്കനടുത്തേക്കെത്തി. ലീല ചേച്ചിയായിരുന്നു അത്. അവരുടെ കയ്യിലൊരു തീപ്പെട്ടി കൊള്ളി ഉരസിൻ്റെ ശബ്ദം കേട്ടു. പിന്നാലെ നേരിയ വെളിച്ചം പരന്നു. ആ വെളിച്ചത്തിൽ അവരുടെ മുഖം തെളിഞ്ഞു. ആരാ? മനുവാണോ? അവരുടെ കണ്ണുകൾ അത്ഭുതം. നീ എന്താ ഈ നേരത്ത്, ഈ മഴയത്ത്? തീപ്പെട്ടിക്കൊള്ളിയുടെ അരണ്ട വെളിച്ചത്തിൽ അവരുടെ മുഖം വല്ലാതൊരു ഭംഗിയുള്ളതായി അവന് തോന്നി. നെറ്റിയിലെ വിയർപ്പുത്തുള്ളികൾ പൊടിഞ്ഞിരുന്നു. അവൻ ഒരുവിധം വാക്കുകൾ അടക്കി വെച്ചു. ചേച്ചി, ഇവിടെ കറണ്ടില്ല. വീട്ടിൽ മെഴുകുതിരിയാണെങ്കിൽ ഒരെണ്ണം തീർന്നുപോയി. ഇവിടെ ഒരെണ്ണം കിട്ടുമെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ പറഞ്ഞു നിർത്തി. അതൊരു നല്ല കാരണമാണെന്ന് അവനും തോന്നി. അവൻ്റെ മറുപടി കേട്ട് ലീല ചേച്ചിയുടെ മുഖത്ത് വീണ്ടും ഒരു കള്ളച്ചിരി വിരിഞ്ഞോ എന്നവനൊരു സംശയം തോന്നി. അയ്യോ, ഞാനും അത് തപ്പു